പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ കൈപ്പിടിയിൽ. മറ്റ് പാർട്ടികളിൽ നിന്നുള്ള യുവാക്കൾ കൂട്ടത്തോടെ CPM-ലേക്ക് ചേക്കേറൽ. ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ വലിയ ആത്മവിശ്വാസത്തോടെയാണ് CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം CPIM ജില്ലാ സമ്മേളനത്തെ അഭിമുഖീകരിച്ചത്. സമ്മേളനത്തിന്റെ പതാക ഉയർത്താൻ നിയോഗിച്ചത് മുതിർന്ന നേതാവ് K. അനന്തഗോപനെ. അദ്ദേഹം എത്താൻ താമസിച്ചതിനാൽ സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം പതാക ഉയർത്തി. തൊട്ടുപുറകെ K. അനന്തഗോപൻ സമ്മേളന വേദിയിലെത്തി. ചെറിയ പരിഭവം K. അനന്തഗോപന്റെ മുഖത്തുണ്ടായിരുന്നു. പതാക ഉയർത്തണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നില്ലെന്നായി K. അനന്തഗോപൻ. പ്രതിനിധി സമ്മേളനത്തിൽ നവകേരള സദസ്സിനെതിരെ വിമർശനം വന്നു. പരാതികൾക്ക് പരിഹാരം കാണാനായില്ല എന്നായിരുന്നു വിമർശനം. എന്തിനാണിങ്ങനെ അനാവശ്യ പണച്ചെലവെന്നും വിമർശനം വന്നു. തുടർച്ചയായി പാർട്ടി പരിപാടികൾ നടത്തേണ്ട സാഹചര്യമായതിനാൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പ്രതിനിധി സമ്മേളനത്തിൽ അഭിപ്രായമുയർന്നു. പ്രതിനിധി സമ്മേളനത്തിന്റെ 2ാം ദിനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളന നഗരിയിൽ കാറിൽ വന്നിറങ്ങവേ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികരണത്തിനായി മാധ്യമപ്രവർത്തകർ വളഞ്ഞു. മറുപടി ഇതായിരുന്നു: വരട്ടെ, എല്ലാം കൂടി വരട്ടെ. എന്തെങ്കിലും പറയാം, 3-ാം തീയതിക്ക് ശേഷം പറയാം. 3-ാം തീയതിക്ക് ശേഷം പറയാം കേട്ടോ. വിധി വരട്ടെ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കേരള പോലീസിനെ പുകഴ്ത്തിയായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണം. പാർട്ടിയുടെ ഒരു പിന്തുണയോടുകൂടി നടന്ന കൊലപാതകവുമല്ല. ഇതിൽ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശക്തമായിട്ടുള്ള നിലപാടാണ് പോലീസ് ആരംഭം മുതൽ എടുത്തിട്ടുള്ളത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് CBI-യും കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരള പോലീസ് കാട്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഇൻവെസ്റ്റിഗേഷന്റെ തുടർച്ചയാണ് CBI നടത്തിയിട്ടുള്ളത്. പ്രതിനിധി സമ്മേളനത്തിനൊടുവിൽ MV ഗോവിന്ദന്റെ വിമർശനം ജില്ലാ നേതൃത്വത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പ്രവർത്തനം തൃപ്തികരമായിരുന്നില്ല എന്നായിരുന്നു വിമർശനം. നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി കുടുംബത്തോടൊപ്പമാണെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി നിലപാട് പറയാൻ കോന്നി ഏരിയ കമ്മിറ്റി അംഗം മലയാലപ്പുഴ മോഹനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പാർട്ടി ലെവലിൽ മലയാലപ്പുഴ മോഹനൻ പ്രതികരണങ്ങൾ നടത്തിയത് ശുദ്ധ അസംബന്ധമാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. തിങ്കളാഴ്ച പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും. പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.